മുദ്രപത്രം വാങ്ങാൻ കാത്തുനിന്ന രണ്ടുപേർ കുഴഞ്ഞു വീണു. ആലുവ സബ് രജിസ്ട്രാർ ഓഫീസിനടുത്തുള്ള വെണ്ടർ ഓഫീസിന് മുന്നിൽ 6 മണിക്കൂറോളം നിരയിൽ നിന്ന ഒരു സ്ത്രീയടക്കം 2 പേരാണ് കുഴഞ്ഞു വീണത്. മുദ്രപത്ര വിൽപ്പന ഈ സ്റ്റാമ്പിലൂടെ ആക്കിയതോടെയാണ് മുദ്രപത്രം വാങ്ങാനെത്തുന്നവർ മണിക്കൂറുകളോളം വെയിലത്ത് ക്യൂ നിൽക്കേണ്ടി വരുന്നത്. ഞാൻ അങ്കമാലിയിൽ നിന്ന് പറഞ്ഞാണ്. അങ്കമാലിയിൽ നിന്ന് മുദ്രപേപ്പർ കിട്ടാത്തതാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് 9 മണി വരെ ഇവിടെ നിൽക്കുന്നത്. ഈ നേരമായിട്ടും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ എനിക്ക് തല ഇറങ്ങി ഞാനിവിടെ ഇരിക്കുന്നത്. 500-ന്റെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാനാണ് വന്നത്. ആലുവ സബ് രജിസ്ട്രാർ ഓഫീസിനടുത്തുള്ള വെണ്ടർ ഓഫീസിന് മുന്നിൽ മുദ്രപത്രം വാങ്ങാൻ കാത്തുനിന്നവരാണ് കുഴഞ്ഞു വീണത്. രാവിലെ 7 മണി മുതൽ തന്നെ മുദ്രപത്രം വാങ്ങാൻ കാത്തുനിൽക്കുന്നവർക്ക് ഉച്ചയോടെയാണ് പത്രം ലഭിക്കുന്നത്. ഈ സ്റ്റാമ്പാക്കിയതോടെ വിവരങ്ങളെല്ലാം ഓൺലൈനായി രേഖപ്പെടുത്തി OTP ലഭിച്ച് മുദ്രപത്രം അച്ചടിച്ച് വാങ്ങുവാൻ ഏറെ സമയമെടുക്കുന്നതായാണ് പരാതി. ഞങ്ങൾ 8:45 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് 200 രൂപയുടെ പേപ്പറാണ് മേടിക്കുന്നത്. 200 രൂപയുടെ പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ 8:45 വന്നിട്ട് 1 മണിയായിട്ടും ഇതേവരെ കിട്ടിയിട്ടില്ല. ഇനി ഒരു 10 പേരും കൂടി ഇതിന്റെ മുമ്പിലുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. 2 പേരും ഓൾറെഡി ഇവിടെ തലയിറങ്ങി വീണ് കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും അടക്കം നിങ്ങൾക്ക് ഇവിടെ ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സ്ത്രീകളും കുട്ടികളും അടക്കം ഇവിടെ ലൈനിൽ നിൽപ്പുണ്ട്. വേണ്ടപ്പെട്ട അധികാരികളൊന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലും അതിന് ഒരു നടപടി ഉണ്ടാക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഒന്നില്ലെങ്കിൽ കൗണ്ടറുകൾ കൂട്ടുക. പലരും മണിക്കൂറുകൾ ക്യൂ നിന്ന് കൗണ്ടറിൽ എത്തുമ്പോഴാണ് പുതിയ രീതിയെക്കുറിച്ച് അറിയുന്നത്. OTP വേണ്ടതിനാൽ മൊബൈലില്ലാതെ മുദ്രപത്രം വാങ്ങാനെത്തുന്ന വിദ്യാർത്ഥികളും പ്രായമായവരും വലയുകയാണ്. കാലങ്ങളിൽ മുദ്രപത്രം വാങ്ങാൻ നേരിട്ട് ആള് വന്ന് പറഞ്ഞ് വാങ്ങുന്ന ആള് ഇന്ന ആളുടെ അഡ്രസ്സാണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടുമായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിയുടെ എന്ത് പർപ്പസിന് വേണ്ടിയാണെന്നുള്ളതും വേണം. വരുന്ന ആളുകൾക്ക് മൊബൈൽ ഫോണിൽ OTP വരും, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. മിക്ക ആളുകളും വരുന്നത് പ്രായമായ ആളുകളാണ്. അവർക്ക് അതിനെപ്പറ്റിയുള്ള അറിവില്ല. മാത്രമല്ല ചില മൊബൈലിലാണെങ്കിൽ മെസ്സേജ് വന്ന് നിറഞ്ഞേക്കണത് കൊണ്ട് മെസ്സേജിൽ OTP വരില്ല. അപ്പൊ പൈസ പോവുകയും ചെയ്യും, സ്റ്റാമ്പ് പേപ്പറോട്ട് കിട്ടുകയില്ല. അതിന്റെ പേരിൽ ഒരു തർക്കം പിന്നെയും അങ്ങനെ ഒരുപാട് ദുരിതമാണ് ഇപ്പോൾ. അപ്പൊ അതിന്റെ ഗൂഗിൾ പേ വഴി പൈസ കൊടുക്കണം. അപ്പൊ ചില ആളുകൾക്ക് OTP വരാത്തത് കൊണ്ട് സ്റ്റാമ്പ് പേപ്പർ പൈസ പോവുകയും ചെയ്യും, സ്റ്റാമ്പ് പേപ്പറോട്ട് കിട്ടുകയില്ല. അപ്പൊ അതിന്റെ പേരിൽ വെണ്ടർമാരും വരുന്ന ആളുകളും തമ്മിൽ തർക്കം. അത് മാത്രമല്ല സ്റ്റാമ്പ് വെണ്ടർമാരാണെങ്കിൽ ഇപ്പൊ നിലവില് ഈ സ്റ്റാമ്പായപ്പോൾ സാങ്കേതികത്വം കൂടിയതോടെ ലൈസൻസ് ഉള്ള വെണ്ടർമാർ പലരും സ്റ്റാമ്പ് വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ആലുവ.